മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു വി ഡി സതീശൻ. പ്രധാനമന്ത്രിയുടെ സേവാതീർത്തിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ച 20 മിനിറ്റാണ് നീണ്ടത്. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘവും മുഖ്യമന്ത്രിയെ അനുഗമിച്ചിരുന്നു. അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയുമായും ഇപ്പോൾ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ വിരോധമെല്ലാം മാറ്റിവെച്ച് നാടിനു വേണ്ടി അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കുകയാണോ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം കേരളത്തിന് ഗുണം ചെയ്യുമോ എന്ന് നമുക്ക് കുറച്ച് ആളുകളോട്, ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പൊതുജനത്തിന് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഗുണകരം ആകും എന്ന് തോന്നുന്നു. ഭാവിയിൽ പറയാം, അനുഭവിക്കുന്നുണ്ട്. അതിപ്പോൾ അവർ കയറിയതല്ലേ ഉള്ളൂ. 10 വട്ടം മറ്റൊരു ഭരിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നു. വേണത്തിനും നമുക്ക് പ്രധാനമന്ത്രി പറഞ്ഞേക്കുന്നത് വളരെ നല്ല മനസ്സോടല്ലേ പറഞ്ഞേക്കുന്നത്. നമുക്ക് വിശ്വസിക്കാം. ഗുണമാവുമെന്നാ തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും ശരിയാവും. ഗുണമാവും, 100% ഗുണകരം. എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ വികസിക്കണമെന്ന, അല്ലാതെ ഡൽഹി മാത്രമോ പിന്നെ ബീഹാർ മാത്രമോ ഗുജറാത്ത് മാത്രമോ വികസിക്കണമെന്നില്ല. ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളും വികസിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഇത്. വന്ദേ ഭാരത എക്സ്പ്രസ് പോലെ വി ഡി സതീശന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. ഗുണമാകും. എന്തോ അങ്ങനെ തോന്നാൻ കാര്യം എന്ന് പറഞ്ഞാൽ മന്ത്രി നല്ല സൗന്ദര്യമല്ല പറയുന്നത്, നല്ല കഴിവുള്ളതും മനുഷ്യനോട് നല്ല സ്നേഹമുള്ളതും അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് മന്ത്രി നല്ല രീതിയിൽ തന്നെ ജനങ്ങളോട് പെരുമാറും. ഗുണമാവുമായിരിക്കും, നമുക്കറിയത്തില്ലല്ലോ അല്ലേ. അങ്ങനല്ലേ ഞങ്ങൾ മോദി കൊടുക്കും. നല്ല മനുഷ്യൻ, നല്ല മോദി. പിന്നെ സതീശനും അത് നാടിന് ഗുണമാകുമെന്ന് സംശയമാ. അത് പുള്ളിയുടെ പ്രവർത്തനമൊക്കെ വേറെയാ, ശൈലികളൊക്കെ വേറെയാ. നമ്മളോട് പറയുന്നതല്ല പിന്നെ പറയുന്നത്. അതുകൊണ്ടൊക്കെ ഉള്ള ഒരു കൂടിക്കാഴ്ച നടത്തി. ഏതായാലും ഒരാൾ പുതിയതായിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, നമുക്കൊന്നും വിലയിരുത്താനായിട്ടില്ല. ഭരണം മികച്ചതാവണം എന്നാണ് ആഗ്രഹം. ഒരു മാറ്റം അനിവാര്യമായിരുന്നു. മാറ്റം വരട്ടെ. കാരണം കേന്ദ്രത്തിൽ ഭരിക്കുന്നത് അല്ലല്ലോ, നമ്മളെ കേന്ദ്രവും കേരളവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലും ചിലപ്പോൾ സക്സസ് ആവുന്ന വിചാരിക്കുന്നത് വി ഡി സതീശനെ ഉണ്ടായതുകൊണ്ട്. കേരളத்துக்கு வர வேண்டிய எல்லாத்தையும் கேட்டு வாங்கணும். வர வேண்டிய ஃபண்டு எல்லாம். ஆமா, அங்கே கேந்திர கவர்மெண்ட் சென்ட்ரல் கவர்மெண்ட் ஃபண்டு எதுவும் கிருத்தியமா கொடுக்கவே இல்லை. அதை மோடி கவர்மெண்ட்டை கேட்டு வாங்கணும். எல்லாம் இங்கே உள்ள திட்டங்களை நிறைவேற்றதுக்கு எல்லாம் வாங்கணும். அப்போ காங்கிரஸ் சென்ட்ரலோட சப்போர்ட்டு நம்மளோட திட்டங்களுக்கு நம்ம கேட்டு வாங்கணும். அதுதான், வேற ஃபண்டெல்லாம் லேட்டாக தான் கிடைக்கும் கவர்மெண்ட்டுக்கு. சவுத்தில் முக்கியமாக எல்லா ஃபண்டும் ரிலீஸ் ஆகிறது இல்லை. அதெல்லாம் நம்ம அப்பப்போ ஒவ்வொரு திட்டங்களுக்கும் கேட்டு സെൻട്രൽ ഗവൺമെന്റ് വാങ്ങണം. അത് കൊഞ്ചം പ്രാബ്ലം. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടത് സംസ്ഥാനത്തിന് ഗുണകരമാകുമെന്ന് ഒരു വിഭാഗം കരുതുന്നു. എന്നാൽ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക ഞെരുക്കത്തിൽ UDF ഒന്നും ചെയ്തിട്ടില്ലെന്ന് മറുവിഭാഗം ഓർമ്മിപ്പിക്കുന്നു. കോഴിക്കോട് നിന്നും മുബാറക്കിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.